കേരള കുംഭമേളയ്ക്ക് പിണറായി സർക്കാർ ആദ്യഘട്ടത്തിൽ അനുമതി നിഷേധിച്ചത് വൃത്തികെട്ട രാഷ്ട്രീയമെന്ന് സംവിധായകൻ രാജസേനൻ. രാഷ്ട്രീയത്തിന്റെ പേരിൽ എന്ത് കോമാളിത്തരവും കാണിക്കാമെന്ന അവസ്ഥയാണ് കേരളത്തിൽ. തിരുനാവായിയിലെ കുംഭമേളയിലും വൃത്തികെട്ട രാഷ്ട്രീയം പ്രയോഗിച്ചുവെങ്കിലും തകർക്കാൻ സാധിച്ചില്ല. കുംഭമേള ലോകത്തിന് തന്നെ മാതൃകയാണെന്നും വലിയ പുണ്യകർമ്മം ചെയ്ത് തീർത്തത് പോലെയാണ് രാവിലെ പുണ്യഭൂമിയിലെത്തി സ്നാനം നടത്തിയപ്പോൾ തനിക്കുണ്ടായ അനുഭവമെന്നും രാജസേനൻ ജനം ടിവിയോട് പറഞ്ഞു. അരുണാലത്തിന്റെ റിപ്പോർട്ടിലേക്ക്. കേരളത്തിൻ്റെ കുംഭമേളയായ മഹാമാഘ മഹോത്സവം 12ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ വലിയ തിരക്ക് ഇപ്പോഴും ഈ നദീതീരത്ത് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ്. നിരവധി കലാ സാംസ്കാരിക രംഗത്തു നിന്നൊക്കെ ഉള്ള ഒരുപാട് പ്രമുഖർ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന ഒരു സ്ഥിതിയുമുണ്ട്. ഇപ്പോൾ സംവിധായകനായ രാജസേനൻ അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെ കാണുന്നു ഇവിടുത്തെ ഒരു മഹാമാഘ മഹോത്സവം, കുംഭമേള? സ്നാനമൊക്കെ നടത്തിയോ? തീർച്ചയായിട്ടും സ്നാനം നടത്തി. ഇതൊക്കെ ലോകത്തിന് തന്നെ മാതൃകയില്ലേ? അത്യപൂർവമായ ഒരു പൂജയും മന്ത്രോച്ചാരണങ്ങളും ആ നിളയിലെ മുങ്ങിയുള്ള കുളിയും ഏതോ ഒരു വലിയ പുണ്യകർമ്മം ചെയ്തു തീർത്തതുപോലെയാണ് ഇന്ന് രാവിലത്തെ എൻ്റെ അനുഭവം. ഇതെൻ്റെ സുഹൃത്താണ് സുനിൽ, ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത്. പിന്നെ ഇതിനകത്ത് വാസ്തവത്തിൽ അറിയേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് കുറേ ആൾക്കാർ കൂടി നിന്നുകൊണ്ടൊരു കുറേ സംസ്കൃത ശ്ലോകം ഉച്ചരിച്ച് മന്ത്രങ്ങൾ പറഞ്ഞുകൊണ്ട് പിരിഞ്ഞങ്ങ് പോകുന്നത് പോലെ ഒരു സംഭവമല്ല. ഇതിനകത്തൊരു സയൻസുണ്ട്. ആ സയൻസാണ് മനസ്സിലാക്കേണ്ടത്. എന്നെപ്പോലൊരു കലാകാരന് ഇന്ന് വന്ന് ഈ മന്ത്രങ്ങൾ മുഴുവൻ കേട്ട് അതിൻ്റെ കൂടെ അത് ഉച്ചരിച്ച് ആ നിളയിലുള്ള സ്നാനം കൂടെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തൊക്കെയോ വലിയൊരു സമാധാനം, ഒരു പുണ്യം, മഹാപുണ്യം കിട്ടിയൊരവസ്ഥയാണ്. ഇത് തീർച്ചയായിട്ടും വളരെ ശക്തമായിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇതൊക്കെ മുമ്പേ പണ്ട് തിരുനാവായ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നതായിട്ടൊക്കെ കേട്ട് കേൾവിയുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു കുംഭമേള എന്ന പേരിൽ ഒരു മഹാസംഭവം കേരളീയർക്ക് അനുഭവം തന്നെയാണ്. നേരത്തെ യു പിയിൽ നടന്നിരുന്നു. അത് അസാമാന്യമായ ഗംഭീരമായ വിജയത്തിലാണത് പോയത്. അതുപോലെ തന്നെ ഇത് ഓരോ ദിവസം കഴിയുന്നവരും ജനലക്ഷങ്ങളാണ്. ഇന്നിപ്പോൾ ഇവിടെ കാലത്ത് ഈ സ്നാനത്തിന് കണ്ടതും എനിക്ക് തോന്നുന്നൊരു 10,000-ന് മേലെ ആൾ മിനിമം അവിടെ ഉണ്ട്. അപ്പോൾ ഇനി വൈകുന്നേരം ആരതി ഇത് വിളക്ക് കാണാൻ വേണ്ടി വരികയാണ്. ഒന്ന് പുറത്ത് പോയിട്ട് വീണ്ടും ഇങ്ങോട്ട് തന്നെ വരും. അത് തൊഴുതിട്ടേ ഇവിടെ നിന്ന് പോകത്തുള്ളൂ. ഈ കുംഭമേളയിൽ മുമ്പ് എവിടെയെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല, ആഗ്രഹം ഉണ്ടായിരുന്നു കഴിഞ്ഞ അവിടെ യു പിയിൽ നടക്കുന്ന സമയത്തൊക്കെ. പക്ഷെ പോകാൻ പറ്റിയിട്ടില്ല. അന്ന് വിചാരിച്ചതാണ് എന്തെങ്കിലും കേരളത്തിൽ നടക്കുമ്പോൾ പോകണമെന്നുള്ളത്. അതിപ്പോൾ സാധിച്ചു. ഈ കലാകാരന്മാർക്ക് ഇന്നത്തെ പൂജകൾ വളരെ സവിശേഷമാണെന്നുള്ളൊരു പ്രത്യേകത അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നോ? അതായത് ഇന്നത്തെ പൂജകളിൽ കലാകാരന്മാർ പങ്കെടുക്കുകയാണെങ്കിൽ കൂടുതൽ അഭിവൃദ്ധിയും മറ്റുമൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് വിശ്വസിക്കപ്പെടുന്നത്. സത്യത്തിൽ അത് അറിഞ്ഞിട്ടില്ല. പിന്നെ ഈ കലാകാരന് വേണ്ടി മാത്രം ഒരു പൂജയില്ലല്ലോ. ഇതെല്ലാ മനുഷ്യ സമൂഹത്തിനും കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ്, പുണ്യമാണ്. പക്ഷേ ഇപ്പോൾ താങ്കൾ ഇത് കലാകാരന്മാർക്ക് വേണ്ടിയുള്ളൊരു ദിവസവും പൂജയൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ സന്തോഷം. ഇതിൽ പലതരത്തിലുള്ള തടസ്സങ്ങളൊക്കെ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു താൽക്കാലിക പാലത്തിന് അനുമതി നൽകാത്തത്, അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ഇതിൻ്റെ ഒരു രഥയാത്രയെ തടയുന്നത്. അപ്പോൾ അതൊക്കെ ശരിക്കും അങ്ങനത്തെ ഉണ്ടാവാൻ പാടില്ലാത്തതല്ലേ? അതൊക്കെ ചില വൃത്തികെട്ട രാഷ്ട്രീയത്തിൻ്റെ കാര്യങ്ങളാണ്. അതിനകത്ത് രാഷ്ട്രീയം കൊണ്ടൊന്ന് വയ്ക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. അല്ലാതെ ഇത് ഹിന്ദുവിൻ്റെ ഒരു സങ്കല്പമാണ്, ഇതൊരു സ്വപ്നമാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്തൊരു വലിയ സയൻസ് ഉണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരാൾക്കും ഇത് തടയാൻ പറ്റത്തില്ല. പിന്നെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ എന്ത് കോമാളിത്തരവും കാണിക്കാമല്ലോ. അതാണല്ലോ ഇപ്പോൾ കേരളത്തിലും എപ്പോഴും നമ്മൾ കാണുന്ന ചില കോമാളിത്തരങ്ങൾ, രാഷ്ട്രീയത്തിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന ഒരുപാട്. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് എപ്പോഴും ഇത് സപ്പോർട്ട് ചെയ്യപ്പെടാത്തത് അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ യു പിയിലെ കാര്യം നേരത്തെ പറഞ്ഞു. യു പിയിലൊക്കെ അവിടുത്തെ സർക്കാരിൻ്റെ കൂടെ ഒരു പിന്തുണയുള്ളത് കൊണ്ട് ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സർക്കാർ അവിടെ നടത്തുമ്പോഴേക്കും അതിൻ്റെ 10 മടങ്ങ് ഇരട്ടിയായിട്ട് വരുമാനം സർക്കാരിലേക്ക് നികുതി ഇനത്തിലും വരുന്നുണ്ട്. ഇവിടെയും അത്തരത്തിലൊരു സപ്പോർട്ടൊക്കെ ഉണ്ടാവേണ്ടതല്ലേ? തീർച്ചയായിട്ടും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എവിടെയും കൊണ്ടുവന്ന് രാഷ്ട്രീയം പ്രയോഗിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്ന ദുരന്തങ്ങളും ദുരിതങ്ങളുമാണ് അതൊക്കെ. അത് പക്ഷേ ഇവിടെ ഈ തിരുനാവായ നടക്കുന്ന കുംഭമേളയിൽ അത് പ്രയോഗിക്കാൻ നോക്കിയിട്ട് സാധിച്ചില്ല. അത് ഗംഭീരമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. 3-ാം തീയതി തീരുമ്പോൾ ഇതൊരു വലിയ റെക്കോർഡായി തന്നെ മാറുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. വളരെ നന്ദി. എന്തായാലും കുംഭമേളയിൽ ഇത്തരത്തിൽ ഒരുപാട് പ്രമുഖരാണ് ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിൽ തിരക്ക് ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന സാഹചര്യവും ഇപ്പോൾ ഈ നിള നദി തീരത്ത് കാണാൻ കഴിയുന്നു. 3-ാം തീയതിയാണ് അവസാന ദിനം. അതിനു മുന്നായിട്ട് ഇവിടേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു ഒരുക്കത്തിലാണ് പല നാടുകളിൽ നിന്നുള്ള, വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെയും.